أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് സംഭവമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ വിവരിച്ചിരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാനുണ്ട്. സഹീഹ് ബുഖാരിയുടെ ഒരു നിവേദനം ഉദ്ധരിച്ചിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്മേൽ ആക്രമണം നടന്നപ്പോൾ അപ്പോൾ തന്നെ ഫജ്ർ നമസ്കാരം പൂർത്തിയാക്കി എന്നാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. നമസ്കാരം കഴിയുന്നതുവരെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ തന്നെ ആയിരുന്നു എന്നും വന്നിട്ടുണ്ട്. എന്നാൽ മറ്റു നിവേദനങ്ങൾ പ്രകാരം സംഭവം നടന്ന ഉടനെ തന്നെ ഹസ്രത്ത് ഉമറിനെ സഹാബാക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ശേഷം നമസ്കാരം നിർവഹിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ പ്രസ്തുത നിവേദനത്തിന് കീഴെ മറ്റൊരു നിവേദനം കൂടി ചേർത്തുകൊണ്ട് ഇപ്രകാരം എഴുതുന്നു. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് പറയുന്നു, ഹസ്രത്ത് ഉമറിന്റെ ദേഹത്ത് നിന്നും ഒരുപാട് ചോര ഒഴുകി പോവുകയും അദ്ദേഹം മോഹല്ലസപ്പെടുകയും ചെയ്തപ്പോൾ ഞാനും കുറച്ചു പേരും കൂടി അദ്ദേഹത്തെ എടുത്ത് വീട്ടിലേക്ക് എത്തിച്ചു. നേരം പരപര വെളുക്കുവോളം അദ്ദേഹം അബോധാവസ്ഥയിൽ തന്നെ തുടർന്നു. അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടിയപ്പോഴേക്കും പ്രഭാതം പൊട്ടിവിടർന്നിരുന്നു. ശേഷം അദ്ദേഹം ഞങ്ങളെ നോക്കി ചോദിച്ചു, എല്ലാവരും നമസ്കരിച്ചതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, നമസ്കരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അതും പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു വുളു എടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതുകൂടാതെ തബക്കാത്തുൽ കുബറയിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഹസ്രത്ത് ഉമറിനെ ഞങ്ങൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ശേഷം ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഫജ്ർ നമസ്കരിപ്പിച്ചു. ഇങ്ങനെ വന്നിരിക്കുന്നു, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ഖുറാനിലെ ഏറ്റവും ചെറിയ 2 സൂറത്തുകളാണ് നമസ്കാരത്തിൽ ഓതിയിരുന്നത്, സൂറത്തുൽ അസ്റും ഇന്ന അഅ്തൈനാക്കൽ കൗസറും. മറ്റൊരിടത്ത് വന്നിരിക്കുന്നത് സൂറത്തുൽ അസ്റും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനുമാണ് ഓതിയത് എന്നാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഘാതകനെ കുറിച്ച് തബക്കാത്തുൽ കുബറയിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന് മേൽ ആക്രമണം നടന്നപ്പോൾ അദ്ദേഹം ഹസ്രത്ത് അബ്ദുള്ള ബിൻ അബ്ബാസിനോട് പറഞ്ഞു, എന്നെ ആരാണ് വധിക്കാൻ ശ്രമിച്ചതെന്ന് പോയി അന്വേഷിച്ചു വരിക. ഹസ്രത്ത് അബ്ദുള്ള ബിൻ അബ്ബാസ് പറയുന്നു, ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങാനായി വീട്ടിന്റെ വാതിൽ തുറന്നപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന് എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കും അറിയാത്ത കുറച്ചു പേർ അവിടെ തടിച്ചു കൂടിയതായി ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനെ ആരാണ് കഠാര കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രു അബൂ ലുഅ്ലുഅ ആണ് അത് ചെയ്തത്. അയാൾ മുഗീറ ബിൻ ഷഅബയുടെ സേവകനാണ്, അടിമയാണ്. അയാൾ മറ്റുള്ളവരെയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അയാൾ പിടിക്കപ്പെട്ടപ്പോൾ സ്വയം കഠാര കുത്തിയിറക്കി ആത്മഹത്യ ചെയ്തു കളയുകയും ചെയ്തു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് ഏതെങ്കിലും ഗൂഢതന്ത്രത്തിന്റെ ഫലമായാണോ അല്ലെങ്കിൽ ഒരു ഘാതകന്റെ വ്യക്തിവിദ്വേഷത്തിന്റെ ഫലമായാണോ എന്നതിനെ കുറിച്ച് പിൽക്കാലത്തെ ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത് വെറും വ്യക്തിവിദ്വേഷത്തിന്റെ പരിണിതിയായിരുന്നില്ല, മറിച്ച് അതൊരു ആസൂത്രിത നീക്കമായിരുന്നു. എന്തായാലും അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വിവരിക്കുന്നതാണ്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ പോലൊരു ധൈര്യവാനായ ഖലീഫയെ ഏതു പ്രകാരമാണോ ഷഹീദാക്കിയത്, ആ കാര്യം നാം നോക്കുമ്പോൾ, അത് നാം പഠിക്കുമ്പോൾ ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും ഷഹാദത്ത് സംഭവത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ച ശേഷം കാര്യകാരണങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ലുഅ്ലു ഫിറോസ് താൽക്കാലിക ആവേശത്തിന്റെ പുറത്തും കോപത്താലും അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞതായാണ് അതിൽ നിന്നും പ്രതീതി ഉളവാകുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും
ഈ അടുത്ത് ഉള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതിപാദിച്ചതായി കാണാം. ഇത് ഒരു വ്യക്തിയുടെ കോപം കാരണത്താലുള്ള ഒരു പ്രതികാര നടപടി ആയി കണക്കാക്കാനാകില്ല, മറിച്ച് അതൊരു ആസൂത്രിത കൊലപാതകം തന്നെയായിരുന്നു. കൃത്യമായ നിലയിൽ മുമ്പേ പദ്ധതി ആവിഷ്കരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചത്. മുസ്ലിം ആയിക്കൊണ്ട് മദീനയിൽ താമസം തുടങ്ങിയിരുന്ന സുപ്രസിദ്ധ പേർഷ്യൻ സൈന്യാധിപൻ ഹർമസാനും അതിൽ ഭാഗവാക്കായിരുന്നു. ഇക്കാലത്തെ ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും പൂർവ്വ ചരിത്രകാരന്മാർ എന്തുകൊണ്ട് ഈ സുപ്രധാന കൊലപാതകത്തെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തില്ലെന്നും അതുപോലെ അതിനെ എന്തുകൊണ്ട് ഒരു ആസൂത്രിത നീക്കമായി കണക്കാക്കിയില്ല എന്നും പരാമർശിച്ചുകൊണ്ട് അവർക്ക് മേൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഒരു സുപ്രധാന ചരിത്ര ഗ്രന്ഥമായ അൽ ബദായ വന്നഹായിൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ വധത്തിൽ ഹർമസാനും ജുഫൈനക്കും പങ്കുള്ളതായി സംശയിക്കപ്പെടുന്നു എന്ന പരാമർശം മാത്രമേ ഉള്ളൂ. ഈ ഒരു സംശയത്തെ ആസ്പദമാക്കി ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രകാരന്മാർ വളരെ വിശദമായ ചർച്ചകൾ നടത്തി അതൊരു ആസൂത്രിത നീക്കമാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രകാരന്മാരിൽ ഒരാളാണ് മുഹമ്മദ് റസാ സാഹിബ്. അദ്ദേഹം തന്റെ ഗ്രന്ഥമായ സീറത്ത് ഉമർ ഫാറൂഖിൽ എഴുതുന്നു, ഹദ്രത്ത് ഉമർ മുതിർന്ന ഒരു യുദ്ധ തടവുകാരനെയും പ്രായപൂർത്തിയായ ഒരു യുദ്ധ തടവുകാരനെയും മദീനയിലേക്ക് വരാൻ അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെ കൂഫ ഗവർണറായ ഹദ്രത്ത് മുഗീറ ബിൻ ഷഅബ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കത്തെഴുതുകയും തന്റെ പക്കൽ ഒരു അടിമയുണ്ട്, അയാൾ നല്ല ജോലി വൈദഗ്ധ്യം ഉള്ളവനാണ്, അയാളെ മദീനയിലേക്ക് വരാൻ അനുവദിക്കണം, അയാൾക്ക് നന്നായി പണി അറിയാം, അത് ജനങ്ങൾക്ക് നല്ല ഉപകാരമായി തീരും എന്ന് വെച്ചുകൊണ്ട് അയാളെ മദീനയിലേക്ക് കൊണ്ടുവരാനുള്ള അനുവാദം തേടുകയുണ്ടായി. അയാൾ കൊല്ലനാണെന്നും ശില്പിയാണെന്നും ആശാരിയാണെന്നും മുഗീറ ബിൻ ഷഅബ പറഞ്ഞു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹദ്രത്ത് മുഗീറക്ക് അയച്ച മറുപടിയിൽ അയാൾക്ക് മദീനയിലേക്ക് വരാനുള്ള അനുമതിയും നൽകുകയുണ്ടായി. ഹദ്രത്ത് മുഗീറ അയാൾക്ക് മേൽ മാസത്തിൽ 100 ദിർഹം ടാക്സ് ചുമത്തി. ഹദ്രത്ത് ഉമറിന്റെ പക്കൽ അയാൾ ഹാജരായി. തനിക്കുമേലുള്ള നികുതി കൂടുതലാണെന്ന് അയാൾ പരാതിപ്പെട്ടു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് ഏത് ജോലിയിലാണ് പ്രാവീണ്യമുള്ളത്? അയാൾ തനിക്ക് നല്ല പ്രാവീണ്യമുള്ള ജോലികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ജോലികളിലുള്ള പ്രാവീണ്യം വെച്ച് നോക്കുമ്പോൾ നിനക്ക് മേലുള്ള നികുതി അത്ര കൂടുതലായി തോന്നുന്നില്ല. അയാൾ അത് കേട്ട് കുപിതനാകുകയും അവിടെ നിന്നും ഇറങ്ങിപ്പോകുകയും ചെയ്തു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചുനാൾ കാത്തിരുന്നു. ഒരു ദിവസം ആ അടിമ തന്നെ അദ്ദേഹത്തിന്റെ സമീപത്തു കൂടെ പോയി. അദ്ദേഹം അയാളെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ആട്ടുകല്ല് ഉണ്ടാക്കാൻ അറിയാം എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അപ്പോൾ അയാൾ ദേഷ്യത്തോടും അനിഷ്ടത്തോടും കൂടി ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നല്ല ചർച്ച നടക്കുന്ന വിധത്തിലുള്ള ഒരു ആട്ടുകല്ല് ഞാൻ താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അയാൾ അവിടെ നിന്നും പോയപ്പോൾ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നവരെ നോക്കി പറഞ്ഞു, ഈ അടിമ ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അബൂ ലുഅ്ലു തന്റെ പുതപ്പിനുള്ളിൽ ഒരു കടാര ഒളിപ്പിച്ചുകൊണ്ട് വന്നു. അതിന്റെ കൈപ്പിടി മധ്യഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഷഹാദത്ത് സംഭവത്തിൽ വിവരിച്ചതുപോലെ ആദ്യം അയാൾ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അതുകൊണ്ട് നാഭിക്ക് കീഴെ കുത്തിയിറക്കുകയുണ്ടായി. അറബികൾ അയാളുടെ പ്രദേശത്തെ കീഴടക്കുകയും അയാളെ തടവിലാക്കുകയും അയാളുടെ രാജാവിനെ നിന്ദിതനും അവഹേളിതനുമാക്കി നാട് വിട്ടോടാൻ നിർബന്ധിതനാക്കുകയും ചെയ്തിരുന്ന കാരണത്താൽ അയാൾക്ക് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പ്രായം കുറഞ്ഞ കുട്ടികളെ അല്ലെങ്കിൽ തടവുകാരെ കാണുമ്പോഴൊക്കെ അവരുടെ തലയിൽ തടവിക്കൊണ്ട് കരഞ്ഞുകൊണ്ട്, എന്റെ കരൾ ഇത് കാണുമ്പോൾ തുണ്ടം തുണ്ടമായി പോകുന്നു എന്ന് പറയുമായിരുന്നു. അബൂ ലുഅ്ലു ഹദ്രത്ത് ഉമറിനെ വധിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ അയാൾ തന്റെ ഇരുതല മൂർച്ചയുള്ള കഠാര നല്ലവണ്ണം മൂർച്ച കൂട്ടുകയും അതിനുമേൽ വിഷം പുരട്ടുകയും ചെയ്തുകൊണ്ട് ഹർമസാന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ കഠാരയെ കുറിച്ചുള്ള അയാളുടെ അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതുകൊണ്ട് നീ ആരെ ആക്രമിച്ചാലും ഒറ്റയടിക്ക് അയാളുടെ കഥ കഴിക്കാൻ നിനക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഹർമസാൻ പേർഷ്യക്കാരുടെ സേനാനായകന്മാരിൽ ഒരു പ്രഗത്ഭനായിരുന്നു. മുസ്ലിങ്ങൾ അയാളെ തിസ്തർ എന്ന സ്ഥലത്ത് വെച്ചാണ് തടവിലാക്കിയത്. എന്നിട്ട് അയാളെ മദീനയിലേക്ക് പറഞ്ഞയച്ചതാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകരും പരിവാരങ്ങളും എവിടെയാണുള്ളത്? ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് വിവരിച്ചതാണ്. സഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹത്തിന് യാതൊരു അംഗരക്ഷകനോ പരിചാരകരോ സെക്രട്ടറിയോ എഴുത്താളന്മാരോ ഒന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നബി ആണല്ലോ ആകേണ്ടിയിരുന്നത് എന്ന് ഹർമസാൻ പറഞ്ഞു. എന്തായാലും പിന്നീട് അയാൾ താമസിയാതെ മുസ്ലിമായി. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അയാൾക്ക് 2000 വെച്ച് സ്റ്റൈപ്പൻഡ് നിശ്ചയിക്കുകയും അയാളെ മദീനയിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. തബക്കാത്ത് ഇബ്നു സാദിൽ നാഫിന്റെ പ്രമാണത്തോടെ ഒരു നിവേദനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാക്കാൻ ഉപയോഗിച്ച കഠാര കണ്ടപ്പോൾ
താൻ കഴിഞ്ഞ ദിവസം ഇതേ കഠാര ഹർമസാന്റെയും ജുഫൈനിയുടെയും പക്കൽ കാണുകയുണ്ടായെന്നും നിങ്ങൾക്ക് എന്തിനാണ് ഈ കഠാര എന്ന് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇതുപയോഗിച്ചാണ് ഇറച്ചി വെട്ടാറുള്ളത്, കാരണം ഞങ്ങൾ ഇറച്ചി നേരിട്ട് കൈകൊണ്ട് തൊടാറില്ല. ഹജരത്ത് അബ്ദുറഹ്മാൻ ഈ കാര്യം അവിടെ അവതരിപ്പിച്ചു. ഹജരത്ത് ഉബൈദുല്ല ബിൻ ഉമർ ഹജരത്ത് അബ്ദുറഹ്മാനോട് ചോദിച്ചു, അവരുടെ രണ്ടുപേരുടെയും പക്കൽ താങ്കൾ ഈ കഠാര തന്നെയാണോ കണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് അത്. അപ്പോൾ ഹജരത്ത് ഉബൈദുല്ല ബിൻ ഉമർ തന്റെ വാളും എടുത്ത് അവരുടെ പക്കൽ വരികയും അവരെ വധിക്കുകയും ചെയ്തു. ഹജരത്ത് ഉസ്മാൻ റളിയല്ലാഹു ഹജരത്ത് ഉബൈദുല്ല റളിയല്ലാഹുവിനെ വിളിച്ചു, ഇവർ രണ്ടുപേർക്കും നാം അഭയം നൽകിയിരിക്കെ എന്ത് കാരണത്താലാണ് താങ്കൾ പ്രകോപിതനായിക്കൊണ്ട് ഇവർ രണ്ടുപേരും വധിച്ചത് എന്ന് ചോദിച്ചു. അത് കേട്ടതും കോപാധിക്യത്താൽ ഹജരത്ത് ഉബൈദുല്ല ഹജരത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനെ വലിച്ചു നിലത്തിട്ടു. അപ്പോൾ തന്നെ ആളുകൾ മുന്നോട്ട് വന്ന് ഉബൈദുല്ലയിൽ നിന്നും ഹജരത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനെ രക്ഷിച്ചു. ഹജരത്ത് ഉസ്മാൻ റളിയല്ലാഹു ഹജരത്ത് ഉബൈദുല്ലയെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം തന്റെ വാൾ അരപ്പട്ടയിൽ തൂക്കിയിരുന്നു. അത് കണ്ട് ഹജരത്ത് അബ്ദുറഹ്മാൻ അദ്ദേഹത്തോട് വാൾ ഊരി വെച്ച് പോകാൻ വേണ്ടി കർശനമായി പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം അത് ഊരി വെക്കുകയും ചെയ്തു. സയ്യിദ് ബിൻ മുസയ്യിബിൽ നിന്നും ഒരു നിവേദനമുണ്ട്. ഈ നിവേദനം എത്രത്തോളം സത്യമാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സംഭവം വന്നിട്ടുള്ള മറ്റ് നിവേദനങ്ങളും ഇവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ ഹദ്രത്ത് ഉസ്മാനെ പിടിച്ച് നിലത്തിട്ട സംഭവം, ആ നിവേദനം എത്രത്തോളം സത്യമാണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഹദ്രത്ത് ഉസ്മാന്റെ സാന്നിധ്യമുള്ള മറ്റ് നിവേദനങ്ങൾ വിവരിക്കപ്പെടുകയുണ്ടായി. ഈ പ്രത്യേക നിവേദനം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പറയുന്നു, ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ ഷഹീദാക്കിയപ്പോൾ ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ പറഞ്ഞു, ഞാൻ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഘാതകൻ അബു ലുഅ്ലുഅന്റെ സമീപത്തോട് പോകുകയായിരുന്നു. അപ്പോൾ അയാളുടെ പക്കൽ ഹർമസാനും ജുഫൈനിയും നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ സ്വകാര്യം പറയുകയായിരുന്നു. ഞാൻ പെട്ടെന്നാണ് അവിടെ യാദൃശ്ചികമായി എത്തിച്ചേർന്നത്. എന്നെ കണ്ടതും അവർ അവിടെ നിന്നും ചിതറിയോടി. അപ്പോൾ നടുവിൽ പിടുത്തമുള്ള ഇരുതല മൂർച്ചയുള്ള ഒരു കഠാര അവരുടെ ഇടയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിനെ ഷഹീദാക്കാൻ ഉപയോഗിച്ച കഠാര എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞു. അവരത് പരിശോധിച്ചപ്പോൾ ആ കഠാര ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ വിവരിച്ചതുപോലെ തന്നെയുള്ളതായിരുന്നു. ഹദരത്ത് ഉബൈദുല്ല ബിൻ ഉമർ ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കറിൽ നിന്നും ഇത് കേട്ടപ്പോൾ വാളും ഊരി പിടിച്ച് പുറപ്പെട്ടു. എന്നിട്ട് ഹർമസാനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്റെ അടുത്തേക്ക് വരിക. അയാൾ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, എന്റെ കുതിരയെ താങ്കൾ നോക്കുക. കുതിരയുടെ അടുത്ത് വന്നപ്പോൾ അയാളിൽ നിന്നും ഉബൈദുല്ല അല്പം പിറകോട്ട് മാറി. അയാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നതും അദ്ദേഹം അയാൾക്ക് നേരെ വാൾ കൊണ്ട് ആഞ്ഞുവെട്ടി. ഹദ്രത്ത് ഉബൈദുല്ല ബിൻ ഉമർ പറയുന്നു, അയാൾക്ക് വാളിന്റെ വെട്ട് അനുഭവപ്പെട്ടപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കി വിളിച്ചു പറഞ്ഞു. ഹദ്രത്ത് ഉബൈദുല്ല ബിൻ ഉമർ പറയുന്നു, ഞാൻ ജുഫൈനയെ വിളിച്ചു. അയാൾ ഹീറയിലെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളായിരുന്നു. അയാൾ സാദ് ബിൻ അബി വക്കാസിന്റെ സഹായിയുമായിരുന്നു. അദ്ദേഹം സുല ചെയ്യാനായി അയാളെ മദീനയിലേക്ക് അയച്ചതായിരുന്നു. അദ്ദേഹം അക്കൂട്ടരുമായി ഹീറയിലെ ക്രിസ്ത്യാനികളുമായി സുല ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മദീനയിലേക്ക് അയച്ചത്. അയാൾ മദീനയിൽ എഴുത്ത് പഠിപ്പിക്കുമായിരുന്നു ജനങ്ങളെ. ഞാൻ അയാളെ വാൾ കൊണ്ട് വെട്ടിയപ്പോൾ അയാൾ തന്റെ കണ്ണിന് മുന്നിൽ കുരിശു വരയ്ക്കുകയുണ്ടായി. എന്നിട്ട് ഹദ്രത്ത് ഉബൈദുല്ല മുന്നോട്ട് നീങ്ങി താൻ മുസ്ലിം ആണെന്ന് വാദിച്ചിരുന്ന അബൂ ലുഅ്ലുഅന്റെ മകളെയും വധിച്ചു. മകൾ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ ഇന്ന് മദീനയിലെ ഒരു തടവുകാരെയും ജീവനോട് വിടില്ല എന്ന് ഹദ്രത്ത് അബ്ദുള്ള തീരുമാനിച്ചുറച്ചിരുന്നു. മുഹാജിരിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ എതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഞാൻ അവരെ എല്ലാം കൊന്നൊടുക്കുന്നതായിരിക്കും. മുഹാജിരിങ്ങളെയും അദ്ദേഹം വകവെച്ചില്ല. അങ്ങനെ ഹദ്രത്ത് അംർ ബിൻ ആസ് അദ്ദേഹത്തോടൊപ്പം കൂടി തുടർച്ചയായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അവസാനം അദ്ദേഹം വാൾ അംർ ബിൻ ആസിനെ ഏൽപ്പിച്ചു. പിന്നെ സാദ് ബിൻ അബി വക്കാസ് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവർ പരസ്പരം ഉന്തും തള്ളുമായി. എന്തായാലും അദ്ദേഹം ഹുർമസാൻ, ജുഫൈന, അബൂ ലുഅ്ലുഅന്റെ മകൾ എന്നിവരെയും വധിച്ചു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ വധിക്കാൻ അബൂ ലുഅ്ലുഅനെ പ്രകോപിച്ച കാര്യകാരണങ്ങളെല്ലാം തന്നെ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഈ വധം ഒരു ഗൂഢതന്ത്രത്തിന്റെ ഫലമായിരുന്നു എന്ന് പക്ഷമുള്ള ചരിത്രകാരന്മാർ എഴുതുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിവേദനങ്ങളെല്ലാം തന്നെ തൽക്കാര്യത്തിലേക്കാണ്, അതായത് ഇതൊരു ആസൂത്രണമാണ് എന്ന കാര്യത്തിലേക്കാണ് സൂചന നൽകുന്നതെന്നാണ്. അവർ തുടർന്ന് എഴുതുന്നു, ഹുർമസാനാണ് എല്ലാ ആസൂത്രണങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്. അയാളാണ് ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനെതിരെയുള്ള അബൂ ലുഅ്ലുഅന്റെ പകയും വിദ്വേഷവും ആളിക്കത്തിച്ചത്. ഇവർ രണ്ടുപേരും അജ്മികളായിരുന്നു, പാർസികളായിരുന്നു. ഹർമസാനെ ബന്ദിയാക്കുകയും മദീനയിലേക്ക് അയക്കുകയും ചെയ്തപ്പോൾ ഖലീഫ തന്നെ വധിച്ചു കളയുമെന്ന് ഭയം കൊണ്ടാണ് ഹുർമസാൻ ഇസ്ലാം സ്വീകരിച്ചത് തന്നെ.
ഹജരത് ഉമറിനെ ഷഹീദാക്കാൻ ഉപയോഗിച്ച ഈ കടാര അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കണ്ടിരുന്നു എന്ന് തബക്കാത്ത് ഇബ്നു സാദിൽ നാഫിന്റെ നിവേദനം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ, അബുലുഅല, ജുഫൈന, ഹുർമസാൻ എന്നിവയുടെ അടുക്കിലേക്ക് യാദൃശ്ചികമായി വന്നപ്പോൾ അവർ അവിടെ നിന്നും പെട്ടെന്ന് മാറിക്കളയുകയും അവരുടെ ഇടയിൽ ഇതേ കഠാര വീണുപോയതായി താൻ കാണുകയും ചെയ്തിരുന്നു എന്ന് സയ്യിദ് ബിൻ മുസയ്യിബിന്റെ നിവേദനത്തിൽ തബരിയിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹസ്രത്ത് ഉബൈദുള്ള ബിൻ ഉമർ അക്കാര്യം ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബിബക്കറിൽ നിന്നും കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി അവരെ അദ്ദേഹം വധിച്ചു കളഞ്ഞു. എന്നാൽ അതുകൊണ്ടും മതിയാകാതെ അദ്ദേഹം പ്രതികാര വാഞ്ചയ്ക്ക് അടിപ്പെട്ട് അബുലുഅലന്റെ മകളെയും വധിച്ചു. ഹദ്രത്ത് ഉമർ അള്ളാനെ ഷഹീദാക്കിയ അതേ കടാരയെ കുറിച്ച് തന്നെയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ പറഞ്ഞത്. രണ്ടും ഒരേ കടാരയാണെന്ന് തെളിഞ്ഞു. ഹദ്രത്ത് ഉബൈദുള്ള ബിൻ ഉമർ ഹുർമസാനെയും ജുഫേനെയും വധിക്കുന്ന കാര്യത്തിൽ ധൃതിപ്പെട്ടിരുന്നില്ലെങ്കിൽ അക്കാര്യത്തിൽ അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് സ്ഥിരീകരിക്കാനായി അവരെ വിളിച്ചു വരുത്തി അന്വേഷിക്കാനും അങ്ങനെ ഈ ഗൂഢപദ്ധതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാനും സാധിക്കുമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചാൽ ഇതൊരു ആസൂത്രിത നീക്കമായിരുന്നു എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുപോലെ ഈ പദ്ധതി നടപ്പിൽ വരുത്തിയതും ഹദ്രത്ത് ഉമർ അള്ളാന്റെ ഘാതകനായ അബൂലുഅല തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ ഒരു ആസൂത്രിത കൊലപാതകമാണെന്ന് പക്ഷമുള്ളവർ പറയുന്ന കാര്യങ്ങളാണ്. മറ്റൊരു ജീവചരിത്രകാരനായ ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഹേക്കൽ തന്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതുന്നു: സംഭവിച്ചത് ഇതാണ്. മുസ്ലിങ്ങൾക്ക് പേർഷ്യക്കാരുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ ആധിപത്യം ലഭിക്കുകയും ആ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഭരണാധികാരവും നിയന്ത്രണാധികാരവും ലഭിക്കുകയും തുടർന്ന് പേർഷ്യൻ രാജാവിനെ കനത്ത പരാജയം ഏൽപ്പിച്ച് നാടുവിട്ടോടാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരാക്കുകയും ചെയ്തതു മുതൽ പേർഷ്യയിലെ ജൂത ക്രിസ്ത്യാനികളുടെ മനസ്സിൽ അറബികൾക്കെതിരെ, പ്രത്യേകിച്ച് ഹസ്രത്ത് ഉമർ അള്ളാനെതിരെ പകയും വിദ്വേഷവും നിറയുകയും അവരത് മറച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ ഷഹാദത്തിന് ശേഷം അവരുടെ ഈ പകയും വിദ്വേഷത്തെയും കുറിച്ചുള്ള ചർച്ചയും നടന്നിരുന്നതായി കാണാം. ഹദ്രത്ത് ഉമർ അള്ളാഹിനെ വധിച്ച വ്യക്തി അബൂലുഅല എന്ന പേർഷ്യക്കാരനാണെന്ന് അറിഞ്ഞ ശേഷം അവർക്ക് ഹദ്രത്ത് ഉമർ അള്ളാഹു പറഞ്ഞ ഒരു കാര്യവും ഓർമ്മ വരികയുണ്ടായി. ഹദ്രത്ത് ഉമർ അള്ളാഹു പറയുകയുണ്ടായി: ഞാൻ നിങ്ങൾക്ക് മതവും വിശ്വാസവും ഇല്ലാത്ത മുസ്ലിം അല്ലാത്ത ആരെയും ഇങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരരുതെന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല. മദീനയിൽ വിശ്വാസികളല്ലാത്ത അജ്മികളുടെ എണ്ണം വളരെ കുറവായിരുന്നെങ്കിൽ കൂടി പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന അത്തരം വികാരങ്ങൾ എപ്പോഴും ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം അവരുടെ ഇടയിൽ എപ്പോഴും സജീവമായിരുന്നു. ആർക്കറിയാം, ചിലപ്പോൾ അത് അക്കൂട്ടരുടെ പദ്ധതി ആയേക്കാം, അവരുടെ എല്ലാവരുടെയും പദ്ധതി ആയേക്കാം. അബൂലുഅലയുടെ പ്രവൃത്തി അതേ പദ്ധതിയുടെ ഫലമായിരിക്കാം. ഇസ്ലാമിന്റെ ശത്രുക്കൾ തങ്ങളുടെ പകയും ശത്രുതയുടെയും ദാഹം ശമിപ്പിക്കാനായി വിരിച്ച ഒരു വലയായിരിക്കാം അത്. അങ്ങനെ ചെയ്ത് അറബികളുടെ ഐക്യവും അഖണ്ഡതയും തകർത്ത് തരിപ്പണമാക്കി മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാം എന്ന് അവർ കരുതിയതാകാം. ഹസ്രത്ത് ഉമർ അള്ളാഹുവിന്റെ മക്കൾക്കായിരുന്നു എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ കൂടുതൽ വ്യഗ്രത ഉണ്ടായിരുന്നത്. അവരായിരുന്നു കൂടുതൽ അസ്വസ്ഥർ. ആ രഹസ്യത്തിൽ നിന്നും മറനീക്കി അതിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ അബൂലുഅല ഫിറോസ് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് സാധിച്ചേനെ. എന്നാൽ എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും അയാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ആ രഹസ്യത്തെ തന്നോടൊപ്പം കബറടക്കുകയുണ്ടായി. അങ്ങനെ ആ രഹസ്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു വഴിയും അവർക്ക് മുന്നിൽ അവശേഷിച്ചില്ല. ഈ കൊലപാതകം ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നെന്ന് സമർത്ഥിക്കുന്ന ചരിത്രകാരന്മാരാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിധി നിർണയങ്ങളുടെ, അതായത് ഖസയുടെയും ഖദറിന്റെയും ദൈവിക വിധി നിർണയങ്ങളുടെ പ്രവർത്തകരായ മലക്കുകൾ ആഗ്രഹിച്ചിരുന്നത് ഈ രഹസ്യത്തെക്കുറിച്ച് അറേബ്യയിലെ ഒരു പ്രമുഖൻ അറിയുകയും ആ ഗൂഢാലോചനയെക്കുറിച്ചുള്ള തെളിവ് അദ്ദേഹത്തിലൂടെ പൊതുജന സമക്ഷം വരികയും ചെയ്യണമെന്നാണ്. അതങ്ങനെ തന്നെ നടന്നു. ഹജ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഹജ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ ഷഹീദാക്കിയ കഠാര കണ്ടപ്പോൾ അക്കാര്യം അവിടെ പറഞ്ഞു ഈ കഠാര ഞാൻ ഇന്നലെ ഹുർമസാന്റെയും ജുഫേനയുടെയും അടുത്ത് കണ്ടതാണ്. ഞാൻ അവരോട് ഇക്കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇതെന്തിനാണ്, എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യുക? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുകൊണ്ട് മാംസം വെട്ടും, കാരണം ഞങ്ങൾ മാംസം കൈകൊണ്ട് തൊടാറില്ല. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ പറഞ്ഞു, ഞാൻ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഘാതകൻ അബൂലുഅലന്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ അയാൾ ജുഫൈനയുടെയും ഹുർമസാന്റെയും കൂടെ ആയിരുന്നു. അവർ പാത്തും പതുങ്ങിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നാണ് അവരുടെ അടുത്തെത്തിയത്. അത് കണ്ടതും അവർ വിരണ്ടോടി. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കഠാര നിലത്ത് വീണു. അത് ഇരുതല മൂർച്ചയുള്ളതായിരുന്നു. അതിന്റെ കൈപ്പിടി മധ്യത്തിലായിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ ഷഹീദാക്കിയ കഠാര എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരിക. അത് കൊണ്ടുവരപ്പെട്ടു. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ പറഞ്ഞ അതേ കഠാര തന്നെയായിരുന്നു അതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി.
ചരിത്രകാരന്മാർ പറയുന്നു, ഇനി ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കിയില്ല. കാരണം ഈ രണ്ടുപേരും സത്യസന്ധരായ സാക്ഷികളാണ്. മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യരുമാണ്. അത്തരം ആളുകളാണ് ഹദരത്ത് ഉമർ റളിയല്ലാഹുവിനെ ഷഹീദാക്കിയ അതേ കടാരിയാണ് ഹുർമസാന്റെയും ജുഫൈനയുടെയും അടുത്തുണ്ടായിരുന്നത് എന്ന് മൊഴി നൽകുന്നത്. അതിലൊരു സാക്ഷി പറയുന്നത്, ഘാതകൻ അബൂ ലുഅ്ലുഅനെ സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ആ രണ്ടുപേരോടുമൊത്ത് ഗൂഢാലോചന നടത്തുന്നതായി കണ്ടെന്നാണ്. രണ്ട് സാക്ഷികളുടെയും ഒരേപോലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന് മേൽ ആക്രമണം നടന്നത് ഏത് പ്രഭാതത്തിലാണോ അതിന്റെ തൊട്ട് തലേന്ന് രാത്രിയാണ് ഇവർ ഗൂഢാലോചന നടത്തിയത് എന്നും അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്നിട്ടും അമീറുൽ മോമിനീൻ ആ ഗൂഢാലോചനയുടെ ഇരയായ കാര്യം, അതുപോലെ അതിന്റെ മുഖ്യ സൂത്രധാരകന്മാർ ഈ 3 പേരാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയത്തിന് വകയുണ്ടോ? നിസ്സംശയം ഇവ തെളിയിക്കപ്പെട്ടു. എന്നാൽ മറ്റ് പേർഷ്യക്കാരും അതുപോലെ മുസ്ലിങ്ങളുടെ ആധിപത്യമുണ്ടായ ഇതര പ്രദേശക്കാരും അതിൽ പങ്കെടുത്തിരുന്നു എന്നുമാവാം. ഈ കാര്യവും സംശയാതീതമാണ്. ഹജറത്ത് ഉബൈദുല്ലാ ബിൻ ഉമർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞ കാര്യവും അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കറിന്റെ സാക്ഷ്യവും കേട്ടതും അദ്ദേഹത്തിന്റെ കണ്ണിൽ ഈ പ്രപഞ്ചം മുഴുവൻ ചോരിൽ കുതിർന്നു നിന്നതായി കാണപ്പെട്ടു. മദീനയിലുള്ള എല്ലാ പരദേശികളും ഈ ഗൂഢാലോചനയിൽ ഭാഗവാക്കാണെന്നും അവരുടെ എല്ലാം കൈകളിൽ നിന്നും ആ അപരാധത്തിന്റെ രക്തം ചിന്തുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. അദ്ദേഹം ഉടനടി വാളെടുത്ത് പുറപ്പെടുകയും ഏറ്റവും ആദ്യം ഹുർമസാന്റെയും ജുഫൈനയുടെയും കഥ കഴിക്കുകയും ചെയ്തു. നിവേദനത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: അദ്ദേഹം ഹുർമസാനെ ഉറക്കെ വിളിച്ചു. എന്നിട്ട് അയാൾ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, എന്റെ അടുത്തേക്ക് വരിക, എന്റെ കുതിരയെ ഒന്ന് നോക്കുക. അത് പറഞ്ഞ് അദ്ദേഹം സ്വയം പിറകിലേക്ക് നീങ്ങി. ഹുർമസാൻ മുന്നിലായപ്പോൾ അദ്ദേഹം അയാളെ വാളുകൊണ്ട് ആഞ്ഞുവെട്ടി. വാൾ ഏറ്റത് അറിഞ്ഞതും ആ പേർഷ്യക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചു വീണു. നിവേദനത്തിൽ വന്നിരിക്കുന്നത് ഹദരത്ത് ഉബൈദുല്ലാ ബിൻ ഉമർ പറഞ്ഞു, ഉമറിന്റെ മകനാണ് അദ്ദേഹം. പിന്നെ ഞാൻ ജുഫൈനയെ വിളിപ്പിച്ചു. അയാൾ ഹീരക്കാരനായ ക്രിസ്ത്യാനിയായിരുന്നു. സാദ് ബിൻ അബി വക്കാസുമായി മൂലകുടി ബന്ധമുള്ള സഹോദരനുമായിരുന്നു. ആ ബന്ധം കാരണം സാദ് അയാളെ മദീനയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അവിടെ ജനങ്ങളെ എഴുത്തും വായനയും അഭ്യസിപ്പിക്കുകയായിരുന്നു അയാളുടെ തൊഴിൽ. ഞാൻ അയാളുടെ നേരെ വാള് വീശിയപ്പോൾ അയാൾ തന്റെ 2 കണ്ണുകൾക്കും മുന്നിൽ കുരിശു വരയ്ക്കുകയുണ്ടായി. ഹജറത്ത് അബ്ദുള്ളയുടെ വേറെ സഹോദരനും ഉബൈദുള്ള കൂടാതെ മറ്റു സഹോദരനും തന്റെ പിതാവിന്റെ ഷഹാദത്തിൽ വളരെയധികം കുപിതനായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ കോപം പൂണ്ടത് ഉമ്മുൽ മോമിനീൻ ഹജറത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിരുന്നു. എന്തായാലും അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തി നിയമം അനുവദിക്കാത്തതായിരുന്നു. സ്വയം പ്രതികാരം വീട്ടാനായി ഇറങ്ങി പുറപ്പെടാനോ അല്ലെങ്കിൽ തന്റെ തന്നെ അവകാശം നേടിയെടുക്കാനോ സ്വയം തന്നെ പ്രവർത്തിക്കാൻ ആർക്കും തന്നെ അധികാരമില്ല. ഇത്തരം കാര്യങ്ങളുടെ തീരുമാനം എടുക്കുന്നത് ഇസ്ലാമിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് അത് ഖുലഫായ റാഷിദീങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അവർ ജനങ്ങൾക്കിടയിൽ നീതിയോടെ വിധി കൽപ്പിക്കുകയും കുറ്റവാളികൾക്കെതിരെ ഖിസാസ് തത്തുല്യമായ പ്രതിക്രിയാ നടപടി കൈക്കൊള്ളുകയും ചെയ്യുകയായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ തന്റെ പിതാവിന്റെ ജീവൻ അപഹരിക്കപ്പെട്ട സംഭവത്തിന്റെ പിറകിലുള്ള ഗൂഢാലോചനയെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതേക്കുറിച്ച് വിധി കൽപ്പിക്കാനായി ഉബൈദുള്ള ഖലീഫയെ സമീപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ യാതൊരു കാര്യവും അദ്ദേഹം ചെയ്തില്ല. അതൊരു ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം പ്രതിക്രിയാ നടപടിക്ക് അതായത് ഹദരത്ത് ഉസ്മാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തെളിഞ്ഞില്ലെങ്കിൽ തന്നെ ഖലീഫയുടെ മനസ്സിൽ അക്കാര്യം സംശയാസ്പദമായി തോന്നുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയിൽ ഇളവ് വരുത്തുകയോ അതുമല്ലെങ്കിൽ അബൂ ലുഅ്ലുഅനെ മാത്രം അപരാധിയായി വിധിക്കുകയോ ചെയ്യുമായിരുന്നു. എന്തായാലും നിയമപരമായി സാധുതയില്ലാത്ത കാര്യമാണ് ഉബൈദുള്ള ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഈ കൊലപാതകം ഒരു ഗൂഢാലോചന ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ സമയത്തെ സ്ഥിതിഗതികൾ അനുസരിച്ച് ഹജറത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് തന്നെ അതേക്കുറിച്ച് അന്വേഷണം നടത്തി ഒരു വിധി കൽപ്പിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അല്ലെങ്കിൽ അതുപോലെ ആദ്യകാല ചരിത്രകാരന്മാർ അതേക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ മൗനം പാലിച്ചതുമാകാം. എന്നാൽ ഇക്കാലത്തെ ചരിത്രകാരന്മാർ മറ്റു സംഭവങ്ങളെ ചേർത്ത് വായിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ തെളിവുകളും വാദങ്ങളും കുറച്ച് പ്രബലമായും തോന്നുന്നുണ്ട്. കാരണം ഈ ഗൂഢാലോചന സംഘം അവിടം കൊണ്ട് നിർത്താതെ ഹജറത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരു ഗൂഢാലോചനയുടെ ഇരയാക്കി മാറ്റുകയുണ്ടായി. അതുപോലെ ഇസ്ലാമിന്റെ മുന്നേറ്റവും പുരോഗതിയും തടയുവാനും തങ്ങളുടെ പ്രതികാരാഗ്നി തണുപ്പിക്കാനും ബാഹ്യമായ ചില കാര്യഹേതുക്കൾ മുഖേന അവർ ഒരു ഗൂഢതന്ത്രം മെനഞ്ഞ് ഹജറത്ത് ഉമർ റളിയല്ലാഹുവിനെ ഷഹീദാക്കിയതുമാകാം. വല്ലാഹു ആലം, അള്ളാഹു ആണ് നന്നായി അറിയുന്നവൻ. സഹീഹ് മുസ്ലിമിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹജറത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, എന്റെ പിതാവിന് നേരെ വധശ്രമം നടന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുകയുണ്ടായി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ജസാഖല്ലാഹ് ഖൈറ, അള്ളാഹു താങ്കൾക്ക് ഉത്തമ പ്രതിഫലം നൽകട്ടെ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരേ സമയം പ്രത്യാശയുമുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ, അതുപോലെ എനിക്ക് ഭയവുമുണ്ട്. ജനങ്ങൾ പറഞ്ഞു, താങ്കൾ ഒരു ഖലീഫയെ നിശ്ചയിച്ചാലും. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാരം ജീവിതത്തിൽ വഹിച്ചതുപോലെ മരണാനന്തരവും വഹിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തുലിതമായ ഭാഗം പ്രതിഫലമായി ലഭിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇക്കാര്യത്തിൽ എനിക്ക് ശിക്ഷയോ വിചാരണയോ അതുപോലെ എനിക്ക് പ്രതിഫലമോ രണ്ടും ഇല്ലാതെ തുല്യമായ അവസ്ഥയിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിനിധിയെ ഖലീഫയെ നിശ്ചയിച്ചു എന്നാൽ എന്നേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തി, അതായത് ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു ഖലീഫയെ തെരഞ്ഞെടുത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഖലീഫയെ നിശ്ചയിക്കാതെ ഈ ലോകത്തോട് വിട പറയുകയാണെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖലീഫയും നിശ്ചയിക്കാതെ നിങ്ങൾ വിട്ടു പോയതാണല്ലോ. അങ്ങനെ ഈ രണ്ട് ഉദാഹരണങ്ങളും ഒരേ സമയം അദ്ദേഹം നൽകി. ഹദരത്ത് അബ്ദുള്ള പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും എനിക്ക് മനസ്സിലായി അദ്ദേഹം ഇനി ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നില്ലെന്ന്. സഹീഹ് മുസ്ലിമിൽ മറ്റൊരു നിവേദനമുണ്ട്, ഇബ്നു ഉമറിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, ഞാൻ ഹസരത്ത് ഹഫ്സയുടെ റളിയല്ലാഹു അൻഹ അടുത്തു പോയി. അവർ എന്നോട് പറഞ്ഞു, താങ്കളുടെ പിതാവ് ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നില്ല എന്ന് താങ്കൾക്ക് അറിയില്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു, ഇല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഹസരത്ത് ഹഫ്സ പറഞ്ഞു, അല്ല, അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്യുക. അദ്ദേഹം പറയുന്നു, ഞാൻ ഹസരത്ത് ഉമറിനോട് രണ്ടാമത് സംസാരിക്കുന്നതാണ്, അക്കാര്യത്തിൽ ഞാൻ ആണയിട്ടതാണ്. പറയുന്നു, പ്രഭാതം വരെ മൗനം പാലിച്ചു, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, എന്റെ ശബ്ദം കാരണം ഞാൻ ഒരു മല ചുമക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവിടെ നിന്നും മടങ്ങി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം എന്നോട് ജനങ്ങളുടെ അവസ്ഥ അന്വേഷിച്ചു. അതായത് ഹദരത്ത് ഉമർ റളിയല്ലാഹു ജനങ്ങളെ കുറിച്ച് തിരക്കി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവർ പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്രകാരം കേട്ടു, അക്കാര്യം താങ്കളെ ബോധിപ്പിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുമുണ്ട്. ജനങ്ങൾ കരുതുന്നത് താങ്കൾ ഒരു ഖലീഫയെ നിശ്ചയിക്കില്ലെന്നാണ്. കാര്യം ഇതാണ്, ആരെങ്കിലും താങ്കളുടെ ഒട്ടകത്തെ മേയ്ക്കുകയോ അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ താങ്കളുടെ അടുത്ത് വരുന്ന സമയത്ത് അവിടെ ഒരു മേൽനോട്ടക്കാരനും ഇല്ലാതെ അയാൾ ഉപേക്ഷിച്ചാണ് വരുന്നതെങ്കിൽ താങ്കളുടെ ആടുമാടുകളെ നാശത്തിലേക്ക് തള്ളിവിട്ടതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങൾക്കൊരു മേൽനോട്ടക്കാരൻ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പറയുന്നു, ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്റെ വാക്കുകളോട് യോജിപ്പ് പ്രകടിപ്പിച്ചു. കുറച്ചു നേരം തന്റെ ശിരസ് താഴ്ത്തിയിട്ടു. ശേഷം തല ഉയർത്തി എന്നിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സ്വയം സംരക്ഷിക്കുന്നതാണ്. ഞാൻ ഖലീഫയെ നിശ്ചയിച്ചില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫയെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഇനി ഞാൻ ഖലീഫയെ നിശ്ചയിച്ചാൽ തന്നെ ഹദരത്ത് അബൂബക്കർ ഖലീഫയെ നിശ്ചയിച്ച വ്യക്തിയായിരുന്നില്ലേ? അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, ഹദരത്ത് ഉമറിന്റെ മകൻ പറഞ്ഞു, അള്ളാഹു ആണ് ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് ഒരുമിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം അദ്ദേഹം ആരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തുല്യമായി കൽപ്പിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഖലീഫയെ നിശ്ചയിക്കാനും പോകുന്നില്ല. ഹദരത്ത് മിസ്വർ ബിൻ മഖ്റമ വിവരിക്കുന്നു, ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് പരിക്കേറ്റപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് അസ്വസ്ഥനാകാൻ തുടങ്ങി. ഹദരത്ത് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാനായി ചില കാര്യങ്ങൾ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ, താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം ലഭിച്ച വ്യക്തിയാണ്, സഹാബിയാണ്. താങ്കൾ വളരെ നല്ല നിലയിൽ തിരുനബിയുടെ കൂടെ നിലകൊണ്ടു. അതുപോലെ താങ്കളിൽ തൃപ്തിപ്പെട്ട നിലയിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിടവാങ്ങിയത്. അതുപോലെ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പവും താങ്കൾ ഉണ്ടായി. വളരെ നല്ല നിലയിൽ അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടു. അദ്ദേഹവും വിടവാങ്ങുമ്പോൾ താങ്കളിൽ തൃപ്തനായിരുന്നു. അതുപോലെ താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളോടൊപ്പവും ഉണ്ടായി. വളരെ നല്ല നിലയിൽ അവരോടൊപ്പം നിലകൊണ്ടു. താങ്കൾ അവരെ വിട്ടു പോകുകയാണെങ്കിൽ അവരെല്ലാവരും താങ്കളിൽ തൃപ്തരായ നിലയിലായിരിക്കും അത് നടക്കുക. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുഹബത്തും സഹവാസവും അതുപോലെ തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രീതിയും എനിക്ക് ലഭിച്ചെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതെല്ലാം അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം നിമിത്തം മാത്രമാണ്. അതുപോലെ ഹദരത്ത് അബൂബക്കറിനോടൊപ്പമുള്ള എന്റെ സുഹബത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് എനിക്ക് മേലുണ്ടായ പ്രീതിയെക്കുറിച്ചും താങ്കൾ അനുസ്മരിച്ചല്ലോ. അതും അള്ളാഹുവിന്റെ എനിക്ക് മേലുള്ള മഹത്തായ ഔദാര്യം ഒന്ന് മാത്രമാണ്. നിങ്ങൾ എനിക്ക് ഇപ്പോൾ കാണുന്ന ഈ ആവലാതി ഉണ്ടല്ലോ, അത് നിങ്ങളെക്കുറിച്ചും നിങ്ങളോടൊപ്പമുള്ള മറ്റുള്ളവരെ കുറിച്ചുമുള്ളതാണ്. അതായത് എനിക്ക് എന്നെ കുറിച്ച് ഒരു ആവലാതിയുമില്ല. ഞാൻ അസ്വസ്ഥനാകുന്നത് എന്നെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചുമാണ്. അള്ളാഹു ആണ് എന്റെ പക്കൽ ഈ ഭൂമി നിറയുന്ന വിധത്തിൽ സ്വർണമുണ്ടായാലും ശരി, അതെല്ലാം തന്നെ ഞാൻ ദൈവശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഫിദിയായി നൽകുന്നതായിരിക്കും, പ്രായശ്ചിത്തമായി നൽകുന്നതായിരിക്കും. കാരണം ഞാൻ ദൈവശിക്ഷ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു,
ഖലീഫമാർക്ക് ഭയം ഉളവാകും വിധം ഒരു അത്യാപത്തും വന്നു ചേർന്നിട്ടില്ല. അങ്ങനെ വല്ലതും വന്നാൽ തന്നെ അള്ളാഹു അതിന് സമാധാനത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുമുണ്ട്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു ഷഹീദായെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ആ സംഭവങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന് ഷഹാദത്തിനെ കുറിച്ച് യാതൊരു ഭയവും സങ്കോചവും ഉണ്ടായിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രവുമല്ല, അള്ളാഹുവെ എനിക്ക് ഷഹാദത്ത് നൽകണമേ, മദീനയിൽ വെച്ച് തന്നെ എന്റെ ഷഹാദത്ത് ഉണ്ടാകണമേ എന്ന് നിരന്തരം ദുആയും ചെയ്തത് ആയി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയാണോ തന്റെ ജീവിതത്തിലുടനീളം എനിക്ക് മദീനയിൽ വെച്ച് തന്നെ ഷഹാദത്ത് നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, ആ വ്യക്തി ഷഹീദായാൽ തന്നെ ഒരു ഭയാവസ്ഥ അദ്ദേഹത്തിന് വന്നെന്നും അള്ളാഹു അതിനെ സമാധാനത്തിലേക്ക് മാറ്റിയില്ലെന്നും എങ്ങനെ ആർക്ക് പറയാൻ സാധിക്കും? നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? തീർച്ചയായും ഹദരത്ത് ഉമർ റളിയല്ലാഹു ഷഹാദത്തിനെ കുറിച്ച് ഭയന്നിരുന്നെങ്കിൽ, അതായിരുന്നു സ്ഥിതിയെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ ഷഹാദത്ത് സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭയത്തെ അള്ളാഹു സമാധാനത്തിലേക്ക് മാറ്റിയില്ല, ആ ഭയത്തെ നീക്കിയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ അദ്ദേഹം അള്ളാഹുവെ എനിക്ക് മദീനയിൽ വെച്ച് ഷഹാദത്ത് നൽകണമേ എന്ന് നിരന്തരം ദുആ ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ഷഹാദത്തിനെ കുറിച്ച് ഭയന്നിരുന്നു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹം ഷഹാദത്തിന് ഭയന്നിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ദുആയും ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു ആ ദുആ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രസ്തുത ആയത്തിന് കീഴിൽ അദ്ദേഹത്തിന് ഒരു ഭയവും മനസ്സിൽ അങ്കുരിച്ചിരുന്നില്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ ആയത്തിൽ നിന്നും ഞാൻ വിവരിച്ചതുപോലെ വ്യക്തമാകുന്നത്, ഖലീഫമാർ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് ഭയന്നിരുന്നെങ്കിൽ, ആവലാതിപ്പെട്ടിരുന്നെങ്കിൽ അത് ഒരിക്കലും സംഭവിച്ചിരുന്നില്ല എന്നാണ്. അവരുടെ ഭയത്തെ സമാധാനത്തിലേക്ക് മാറ്റുമെന്നത് അള്ളാഹുവിന്റെ അവരോടുള്ള വാഗ്ദാനമാണ്. എന്നാൽ ഖലീഫ ഒരു കാര്യത്തെക്കുറിച്ച് ഭയക്കാതിരിക്കുകയും മറിച്ച് അതിനെ തന്റെ അന്തസ്സിനും പ്രൗഢിക്കും അതുപോലെ പദവികൾ ഉയർത്തുന്നതിനും കാരണവും ആയി കണക്കാക്കുന്ന നിലയിൽ അക്കാര്യത്തെ ഭയം എന്ന് പറയുന്നതും, എന്നിട്ട് എന്തുകൊണ്ട് അതിനെ അള്ളാഹു സമാധാനത്തിലേക്ക് പരിവർത്തനം ചെയ്തില്ല എന്ന് ചോദിക്കുന്നതും എത്രത്തോളം നിരർത്ഥകവും അടിസ്ഥാനരഹിതവുമായ കാര്യമാണ്. ഇക്കാര്യം നല്ല പോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഈ ദുആ ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത്, ബാഹ്യമായ നിലയിൽ ഇതിന്റെ അർത്ഥം ശത്രു മദീനയിലേക്ക് കടന്നാക്രമണം നടത്തണമെന്നും ആ ആക്രമണം എത്രത്തോളം തീവ്രമാകണമെന്നാൽ എല്ലാ മുസ്ലിങ്ങളും അതോടെ നശിപ്പിക്കപ്പെടുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ ഖലീഫയുടെ അടുത്ത് ശത്രുക്കൾ എത്തി അദ്ദേഹത്തെ ഷഹീദാക്കുകയും ചെയ്യണമെന്നാണ്. എന്നാൽ അള്ളാഹു ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ദുആ സ്വീകരിക്കുകയും ഇസ്ലാമിന്റെ അന്തസ്സ് നിലനിർത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മദീനയ്ക്ക് മേൽ പുറത്തു നിന്നും ഒരു സൈനിക ആക്രമണം നടക്കാതെ അകത്തു നിന്നും തന്നെയുള്ള ഒരു ദുഷ്ടൻ അദ്ദേഹത്തെ കടാര കുത്തിയിറക്കി ഷഹീദാക്കിയാണ് ഉണ്ടായത്. അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത് സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു കാര്യകാരണ സഹിതം വിവരിക്കുന്നുണ്ട്. പറയുന്നു, ആദ്യത്തെ കൽപ്പന ഇപ്രകാരമായിരുന്നു, നിങ്ങൾ ഔദാര്യം കാണിച്ചുകൊണ്ട് യാതൊരു മോചന ദ്രവ്യവും കൂടാതെ അടിമകളെ സ്വന്തമാക്കണം, വെറുതെ വിടണമെന്നാണ്. തുടർന്ന് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരോട് മോചനദ്രവ്യം വാങ്ങിച്ച് സ്വാതന്ത്ര്യ മൂല്യം വാങ്ങിച്ച് സ്വതന്ത്രരാക്കുക. ഇനി ഏതെങ്കിലും അടിമക്ക് സ്വന്തം മോചന മൂല്യം നൽകാൻ ശക്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഭരണകൂടം അയാളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ, അതായത് ഏത് പ്രദേശത്ത് നിന്നാണോ അയാൾ പിടികൂടപ്പെട്ടത്, ഏത് ഭരണകൂടത്തിന്റെ പ്രജയായിരുന്നു അയാളെ സ്വതന്ത്രനാക്കുന്ന കാര്യത്തിൽ ആ ഭരണകൂടം യാതൊരു താല്പര്യവും കാണിക്കുന്നില്ലെങ്കിൽ, അതുപോലെ അയാളുടെ കുടുംബത്തിനും അയാളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലെങ്കിൽ, അയാൾക്ക് നിങ്ങൾ നോട്ടീസ് നൽകുക, മുൻകൂട്ടി അറിയിക്കുക. എന്നിട്ട് അയാൾക്ക് മോചനദ്രവ്യത്തിന്റെ ഗഡുക്കൾ നിശ്ചയിക്കുക, അടവുകൾ നിശ്ചയിക്കുക. അതായത് ആ തടവുകാരൻ തന്റെ മോചന ദ്രവ്യത്തെ ഗഡുക്കളാക്കി നിശ്ചയിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അയാൾ മാസത്തിൽ ഗഡു ഒഴിച്ചുള്ള എല്ലാ വരുമാനവും സ്വതന്ത്രമായി ഉപയോഗിക്കാൻ അർഹനായിരിക്കും. മാത്രമല്ല അയാൾ ഫലത്തിൽ പൂർണ്ണമായും സ്വതന്ത്രനായും ജീവിക്കുന്നതായിരിക്കും. അതായത് അയാൾ എത്ര സമ്പാദിച്ചാലും തന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിശ്ചയിച്ച ഗഡുക്കൾ അടച്ച ശേഷം ബാക്കി വരുമാനം മുഴുവൻ സ്വയം ഉപയോഗിക്കാൻ അയാൾക്ക് സാധിക്കുന്നതാണ്. ഇതും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിനെ വധിച്ച അടിമയും ഇങ്ങനെ ഉടമസ്ഥനുമായി കരാർ ചെയ്ത, മുഖാത്തിബത്ത് ചെയ്ത ഒരാളാണ്. അതായത് ആ അടിമ തന്റെ ഉടമസ്ഥനായ മുസ്ലിമിനോട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഇത്ര വരുമാനമുണ്ട്, എനിക്ക് ഇത്ര കഴിവുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് മോചനദ്രവ്യം താങ്കൾ നിശ്ചയിക്കുക, മാസഗഡുക്കളായി സാവകാശം ഞാൻ അത് അടച്ചു തീർത്തോളാം. അദ്ദേഹം അയാൾക്ക് വളരെ നിസ്സാരമായ ഒരു ഗഡു നിശ്ചയിച്ചു. അയാൾ അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഒരിക്കൽ അയാൾ ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വരികയും, എന്റെ ഉടമസ്ഥൻ എനിക്കുമേൽ ഭാരിച്ച മാസഗഡു നിശ്ചയിച്ചിട്ടുണ്ടെന്നും താങ്കൾ അതിൽ കുറവ് വരുത്തണമെന്നും പരാതിപ്പെടുകയും ചെയ്തു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അയാളുടെ വരുമാനത്തെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു. അപ്പോൾ മനസ്സിലായത്, അയാൾ ഏത് വരുമാനം കാണിച്ചാണോ ഗഡു നിശ്ചയിച്ചിട്ടുള്ളത്, യഥാർത്ഥത്തിലുള്ള അയാളുടെ വരുമാനം അതിനേക്കാളും എത്രയോ മടങ്ങ് അധികമാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ തീരുമാനം കേട്ടപ്പോൾ അയാൾക്ക് കോപം തോന്നി. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിന്റെ വരുമാനം വെച്ച് നോക്കുമ്പോൾ നിനക്ക് നിശ്ചയിക്കപ്പെട്ട മാസഗഡു വളരെ നിസ്സാരമാണ്.
അതിൽ നിന്ന് ഒരു കുറവും വരുത്താൻ സാധിക്കുന്നതല്ല. ആ വിധിയിൽ അയാൾ അതൃപ്തി പ്രകടിപ്പിക്കുകയും കോപം പൂണ്ട് അവിടെ നിന്ന് പോകുകയും ചെയ്തു. അയാൾ കരുതിയത് താൻ പേർഷ്യക്കാരനായതുകൊണ്ടാണ് എനിക്ക് അവഗണന ലഭിച്ചത്, എന്നെ പരിഗണിക്കാതിരുന്നത്. എന്നാൽ എന്റെ ഉടമസ്ഥൻ അറബി ആയതുകൊണ്ട് അയാൾക്ക് മുൻഗണന ലഭിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ദേഷ്യത്തിന് പുറത്ത് അയാൾ രണ്ടാമത്തെ ദിവസം തന്നെ ഹദരത്ത് ഉമർ റളിയല്ലാഹുവിനെ കടാര കൊണ്ട് ആക്രമിക്കുകയും ആ പരിക്കുകൾ നിമിത്തം അദ്ദേഹം ഷഹീദാകുകയും ചെയ്തു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു വീണ്ടും വിവരിക്കുന്നു, ലോകത്തെ രണ്ട് കാര്യങ്ങളാണ് നേരും നെറിയും വിട്ടുകളയാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത്. ഒന്നാമത് അടങ്ങാത്ത വിദ്വേഷം, അല്ലെങ്കിൽ മറ്റേത് അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ചിലപ്പോഴൊക്കെ നിസ്സാര സംഭവങ്ങൾ മതിയാകും അടങ്ങാത്ത വിദ്വേഷം ജനിപ്പിക്കാൻ. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം തന്നെ നോക്കുക. എത്ര നിസ്സാര സംഭവത്തിന്റെ പേരിലാണ് ആ ഘാതകന് വിദ്വേഷം വർദ്ധിച്ചത്. അത് ഇസ്ലാമിക ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ് വരുത്തിവെച്ചത്. ആ സംഭവത്തിന്റെ സ്വാധീനം ഇന്ന് വരെ കാണാനാകും എന്ന് എനിക്ക് പറയാനാകും. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന് സമക്ഷം ഒരു കേസ് വന്നു. ഒരാളുടെ അടിമ നല്ലവണ്ണം സമ്പാദിക്കുമായിരുന്നു, എന്നാൽ തന്റെ ഉടമസ്ഥന് വളരെ കുറച്ച് മാത്രമേ പണം നൽകിയിരുന്നുള്ളൂ. ഹദരത്ത് ഉമർ റളിയല്ലാഹു ആ അടിമയെ വിളിപ്പിച്ചു. എന്നിട്ട് ഉടമസ്ഥന് കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി വൈദഗ്ധ്യമുള്ളവർ വളരെ കുറവായിരുന്നു. കൊല്ലന്മാർക്കും ആശാരികൾക്കും ഒക്കെ വലിയ സ്ഥാനമാനമായിരുന്നു. ആ അടിമ ഗോതമ്പ് അരക്കുന്ന ആട്ടുകല്ല് നിർമ്മിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് അയാൾ സമ്പാദിക്കുമായിരുന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അയാളോട് തന്റെ ഉടമസ്ഥന് 3.5 ആന നൽകണമെന്ന് ചട്ടം കെട്ടി. ഇത് എത്ര നിസ്സാരമായ സംഖ്യയാണ്. എന്നാൽ അവൻ കരുതിയത് ഹദരത്ത് ഉമർ റളിയല്ലാഹു തെറ്റായ വിധിയാണ് കൽപ്പിച്ചത് എന്നായിരുന്നു. അതുമുതൽ അയാൾക്ക് അദ്ദേഹത്തോട് വിദ്വേഷം തുടങ്ങി. ഒരിക്കൽ ഹദരത്ത് ഉമർ റളിയല്ലാഹു അയാളോട് പറഞ്ഞു, നമുക്ക് വേണ്ടിയും ഒരു ആട്ടുകല്ല് പണിതു തരിക. അപ്പോൾ അയാൾ പറഞ്ഞു, തരാം, നല്ലവണ്ണം കറങ്ങുന്ന അരക്കുന്ന ആട്ടുകല്ല് തന്നെ ഞാൻ താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാം. അത് കേട്ടപ്പോൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സംഭവം ആദ്യം വിവരിച്ച സംഭവവുമായി സാദൃശ്യമുള്ളതാണ്, അല്ലെങ്കിൽ അതേ സംഭവം തന്നെയാണ്. എന്തായാലും ആ അടിമയെ കുറിച്ചുള്ള സംഭവം തന്നെയാണ് ഇത്. അദ്ദേഹം പറഞ്ഞു, വാചകങ്ങളിൽ നിന്നും അക്കാര്യം വെളിപ്പെടുന്നില്ലെങ്കിലും ആദ്യത്തെ റിവായത്തിലുള്ളത് അവൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഹദരത്ത് ഉമർ റളിയല്ലാഹു സ്വയം പറഞ്ഞു എന്നാണ്. അതായത് അയാളുടെ സ്വരം ഭീഷണിയുടേതായിരുന്നു. അവസാനം ഒരു ദിവസം ഹദരത്ത് ഉമർ റളിയല്ലാഹു നമസ്കരിക്കുകയായിരുന്നു. ആടിമ അദ്ദേഹത്തെ കടാര കൊണ്ട് കുത്തി വധിക്കുകയുണ്ടായി. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു എഴുതുന്നു, കോടിക്കണക്കിന് മനുഷ്യരുടെ രാജാവും വിശാലമായ പ്രദേശത്തിന്റെ ഭരണാധികാരിയും മുസ്ലിങ്ങളുടെ ഉത്തമനായ വഴികാട്ടിയുമായിരുന്ന ഉമർ 3.5 അണകളുടെ പേരിൽ വധിക്കപ്പെടുകയുണ്ടായി. കാര്യം ഇതാണ്, ഏതൊരുവന്റെ പ്രകൃതത്തിലാണോ വെറുപ്പും വിദ്വേഷമുള്ളത്, അത്തരക്കാർ 3.5 ആണയാണോ 4 അണയാണോ ഒന്നൊന്നും നോക്കുകയില്ല. അവർ തങ്ങളുടെ പ്രതികാര ദാഹം അടക്കാനാണ് ശ്രമിക്കുക. അവരുടെ പ്രകൃതം തന്നെ വെറുപ്പിന് വേണ്ടി മാറ്റിവെച്ചതായിരിക്കും. ആ അവസ്ഥയിൽ തനിക്കോ മറ്റുള്ളവർക്കോ അത് കാരണം എന്ത് പരിണിത ഫലമാണ് ഉണ്ടാകുക എന്നും അത്തരക്കാർ ചിന്തിക്കുകയില്ല. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിനെ കൊല ചെയ്തവനോട് എന്തിനാണ് ഈ മഹാദ്രോഹം ചെയ്തത്, ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കെതിരെ തീരുമാനം എടുക്കപ്പെട്ടു, അതിന്റെ പ്രതികാരമാണ് ഞാൻ വീട്ടിയിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെ അയാൾ പറഞ്ഞതായിട്ടുള്ള വിശദീകരണം ആദ്യം നിവേദനം ഉദ്ധരിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ പിടികൂടിയ സമയത്ത് കുറച്ച് സമയം ലഭിച്ചിരിക്കാം. ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചപ്പോൾ അയാൾ ഈ മറുപടി പറഞ്ഞതാകാം. അതിനുശേഷമായിരിക്കാം ആത്മഹത്യ ചെയ്തതും. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, ഞാൻ വേദനാജനകമായി ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുകയാണ്, ഇസ്ലാമിൽ ഇപ്പോഴും അതിന്റെ പ്രഭാവം നിഴലിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്, എപ്പോഴും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ആരോഗ്യവും ശാരീരിക ബലവും ഉള്ളപ്പോൾ ആരും തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല. എന്നാൽ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ കഴിവുകളും ശേഷികളും കുറഞ്ഞു വരുമ്പോൾ ജനങ്ങൾ സ്വയം തന്നെ ഭാവി സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, മരണത്തെക്കുറിച്ച് ബോധമുള്ളവരാകുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ കൂടി വരാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച്, ഭാവിയിലെ സംവിധാനത്തെക്കുറിച്ച് അവർ ചിന്തിക്കാൻ പ്രേരകമാകുന്ന ഒരു അവസ്ഥ അവരിൽ സംജാതമാകുന്നു. അതുപോലെ തന്നെ ഒരു ഇമാം വഫാത്താകുമ്പോൾ ജനങ്ങൾ വളരെ ജാഗരൂകരായി നിലകൊള്ളുന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു ശാരീരികമായി ശക്തനായിരുന്നു. അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നിട്ട് കൂടി ശക്തിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എങ്കിലും സഹാബകളുടെ മനസ്സിൽ അദ്ദേഹം ഉടൻ അവരിൽ നിന്നും വിട്ടുപോകും, വേർപെടും എന്ന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് കാരണം അവർ ഭാവിയിലെ സംവിധാനങ്ങളെ കുറിച്ച് തീർത്തും അശ്രദ്ധരായിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ ഹദരത്ത് ഉമറിന്റെ വഫാത്ത്
സംഭവിച്ചത്, അങ്ങനെ ഒരു അത്യാപത്ത് വന്നു ചേർന്നത്. ആ സമയം ജമാഅത്ത് വേറെ ഇമാമിനെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറായിരിക്കുകയില്ല. അങ്ങനെ ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഇല്ലാത്തതിനാൽ ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ഉണ്ടാവേണ്ടിയിരുന്ന ഒരു ബന്ധം അവർക്ക് ഉണ്ടായില്ല. അത് കാരണം ഇസ്ലാമിന്റെ അവസ്ഥ വളരെ ദുർബലമായി. അങ്ങനെ ഹദ്രത്ത് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് അതിനേക്കാളും ശോചനീയ അവസ്ഥ ഇസ്ലാമിൽ ഉണ്ടാകുകയുണ്ടായി. ഇതും പിന്നീടുണ്ടായ കലാപങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കാരണമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഫിത്നയും ഫസാദും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുറച്ചുപേർ നമസ്കാര സമയത്ത് സുരക്ഷയ്ക്കായി നിൽക്കേണ്ടതും അനിവാര്യമാണ്. ഇതും ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറഞ്ഞ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത് സംഭവം പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ കൽപ്പനയാണ് സുരക്ഷയ്ക്കായി മുസ്ലിങ്ങളിൽ പകുതി ഭാഗം നിലകൊള്ളേണ്ടതാണ്. ഇത് യുദ്ധാവസരത്തിലുള്ള കാര്യമാണെങ്കിലും കൽപ്പനയാണെങ്കിൽ കൂടി ഒരു ജമാഅത്തിന്റെ സുരക്ഷയ്ക്കായും ഇങ്ങനെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അത് യുദ്ധത്തിന്റെ കാര്യം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഫിത്നകളെ തടയുവാൻ കുറച്ചുപേരെ നമസ്കാര സമയത്ത് സംരക്ഷണത്തിനായി നിർത്തിയാൽ അത് ആക്ഷേപാർഹമായ കാര്യമാകുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് ഒരു നിർബന്ധ കാര്യമായി മാറുകയുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും വ്യവസ്ഥ ഉണ്ടാകേണ്ടതാണ്. പറയുന്നു, യുദ്ധാവസരത്തിൽ 1000 നിന്നും 500 പേരെ സുരക്ഷയ്ക്കായി വെക്കാമെങ്കിൽ ചെറിയ ആക്രമണങ്ങളുടെ സന്ദർഭത്തിൽ, അപകടങ്ങളുടെ സന്ദർഭത്തിൽ 1000 നിന്ന് 5-10 പേരെ സുരക്ഷയ്ക്കായി വെക്കാൻ പാടില്ലേ? ആക്രമണങ്ങൾ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യമല്ല എന്ന് പറയുന്നത് വ്യർത്ഥമായ കാര്യമാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക. അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നല്ലോ. മുസ്ലിങ്ങൾ നമസ്കാരത്തിലായിരുന്നു. അവർ നമസ്കാരത്തിൽ വ്യാപൃതരായിരുന്നു. ഒരു ദുഷ്പ്രകൃതനായ വ്യക്തി അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഇത് തന്നെ പറ്റിയ സമയമെന്ന് അയാൾ മനസ്സിലാക്കി മുന്നോട്ട് വന്ന് കഠാര കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷവും ആരെങ്കിലും നമസ്കാരത്തിന്റെ സമയത്ത് സുരക്ഷ ഏർപ്പെടുത്തുന്നത് നമസ്കാരത്തിന്റെ ഷറായത്തിനും നിബന്ധനകൾക്കും അതുപോലെ നമസ്കാരത്തിന്റെ അദബിനും എതിരാണെന്ന് പറയുകയാണെങ്കിൽ അത്തരം ആളുകൾ തങ്ങളുടെ ബുദ്ധിശൂന്യത എത്രമാത്രം ഉണ്ടെന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത്തരക്കാരുടെ ഉദാഹരണം എന്നത് ഒരു ബുദ്ധിശൂന്യനായ വ്യക്തിയെ പോലെയാണ്. അതായത്, ഒരാൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്, അയാൾക്ക് യുദ്ധവേളയിൽ അമ്പേൽക്കുന്നു, അത് കാരണം രക്തമൊഴുകാൻ തുടങ്ങുന്നു. അപ്പോൾ അയാൾ യുദ്ധമൈതാനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. രക്തം തുടച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ, എനിക്ക് അമ്പേറ്റു എന്ന കാര്യം ഒരു സ്വപ്നമായി മാത്രം മാറണമേ, ഇത് ഒരിക്കലും സത്യമാകരുതേ എന്ന് പറയുന്നു. അത്തരം ഒരു ബുദ്ധിശൂന്യന്റെ ഉദാഹരണമാണ് ഇത്തരം സംസാരിക്കുന്നവരുടേത്. ചരിത്രത്തിൽ നിന്നും ഇതും സ്ഥാപിതമാണ്. അതായത്, സഹാബാക്കൾ ഒരിക്കൽ സുരക്ഷയ്ക്കായുള്ള സംവിധാനം ഏർപ്പെടുത്താതിരുന്നതിനാൽ അവർക്ക് വലിയ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഹദരത്ത് അംർ ബിൻ ആസ് ഈജിപ്ത് ജയിച്ചെടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പ്രദേശത്തെ ജയിച്ചടക്കി. അതിനുശേഷം അദ്ദേഹം നമസ്കരിപ്പിക്കുമ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നില്ല. ശത്രുക്കൾ മുസ്ലിങ്ങൾ അസുരക്ഷിതാവസ്ഥയിലാണ് എന്ന്, അതുപോലെ പൂർണ്ണമായ അസദരാണെന്ന് കണ്ടപ്പോൾ അവർ ഒരു ദിവസം നിശ്ചയിച്ചു കുറച്ച് ആയുധധാരികളായ കളെ കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ സുജൂദിലായ സന്ദർഭത്തിൽ അവിടെ വന്നു. അവരെത്തിയുടൻ വാളുകൊണ്ട് മുസ്ലിങ്ങളുടെ തല വെട്ടാൻ തുടങ്ങി. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അനേക സഹാബകൾ ആ ദിവസം വധിക്കപ്പെടുകയോ പരിക്കേൽപ്പിക്കപ്പെടുകയോ ചെയ്തു എന്നാണ്. ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ ഭൂമിയിൽ പതിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ അങ്ങനെ 1, 2, 3 അങ്ങനെ ഓരോ ആളുകളും അവിടെ വെട്ടി വീഴ്ത്തപ്പെട്ടു. കൂടെയുള്ളവർക്ക് കാര്യം മനസ്സിലാകുന്നു പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. അങ്ങനെ വലിയ നഷ്ടമാണ് സൈന്യത്തിന് സംഭവിച്ചത്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു ഈ കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ കുറെ ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, സുരക്ഷയ്ക്കുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നാൽ ഹദ്രത്ത് ഉമറിന് എങ്ങനെ അറിയാനായിരുന്നു? അതായത്, മദീനയിലും അദ്ദേഹത്തിന് ഇതേ അവസ്ഥ തന്നെ നേരിടേണ്ടി വരുമെന്ന്. ഈ സംഭവത്തിന് ശേഷം സഹാബാക്കൾ നമസ്കാര സമയത്ത് സുരക്ഷയ്ക്കായി ഏർപ്പാട് ചെയ്യുമായിരുന്നു. ഹദ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കടത്തെക്കുറിച്ച് ഇതിനു മുമ്പും ഞാൻ വിവരിച്ചതാണ്. അദ്ദേഹം ആരാഞ്ഞു തന്റെ മകനോട് കടത്തെക്കുറിച്ച്. കൂടുതൽ കാര്യങ്ങൾ ഇതേക്കുറിച്ച് ഞാൻ പറയാം. അബ്ദുല്ല ബിൻ ഉമറിനോട് പറഞ്ഞു, എന്റെ കടം എത്രയുണ്ട് എന്ന് നോക്കുക. കണക്ക് കൂട്ടിയപ്പോൾ 86,000 ദിർഹം ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലേ അബ്ദുല്ല, ഉമറിന്റെ കുടുംബ സ്വത്ത് അതിന് മതിയാകുമെങ്കിൽ അതിൽ നിന്നും ഈ കടം വീട്ടുക. ഇനി അവരുടെ സമ്പത്തും അതിന് തികയുന്നില്ലെങ്കിൽ ബനു അദി ബിൻ കാബിനോട് ചോദിക്കുക. അതും തികയില്ലെങ്കിൽ ഖുറൈശിനോട് ചോദിക്കുക. ഇവരെ കൂടാതെ മറ്റാരോടും ചോദിക്കരുത്. സഹാബാക്കൾക്ക് അറിയാമായിരുന്നു, വളരെ ലളിത ജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഇമാമിന് സ്വന്തം ചെലവിന് വേണ്ടി ഇത്രയും വലിയ തുകയുടെ ആവശ്യം ഉണ്ടായിട്ടുണ്ടാകില്ല. അവർക്കറിയാമായിരുന്നു
ആവശ്യക്കാർക്കും ദരിദ്രർക്കും വേണ്ടിയായിരിക്കും അദ്ദേഹം അത് ചെലവാക്കിയിട്ടുണ്ടാകുക. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു ഹജറത്ത് ഉമറിനോട്, താങ്കൾ ബൈത്തുൽ മാലിൽ നിന്നും കടമെടുത്തുകൊണ്ട് താങ്കളുടെ കടം എന്തുകൊണ്ട് വീട്ടുന്നില്ല? ഹജറത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, മാദല്ലാ നഔസുബില്ല, ഞാൻ മരിച്ച ശേഷം നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കൂടി ഞങ്ങളുടെ വിഹിതമെല്ലാം ഞങ്ങൾക്ക് ഉമറിന് വേണ്ടി ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു എന്ന് പറയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ എന്നെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പറയും, പക്ഷേ എനിക്ക് ശേഷം പിന്നീടുണ്ടാവുന്ന അത്യാപത്ത് മാറിക്കിട്ടാതെ എനിക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കുകയില്ല. പിന്നീട് ഹസരത്ത് ഉമർ റളിയല്ലാഹു തന്റെ മകൻ അബ്ദുല്ലാ ബിൻ ഉമറിനോട് പറഞ്ഞു, എന്റെ കടത്തിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുക. അങ്ങനെ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഹസരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കബറടക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഷൂറ അംഗങ്ങളെയും ചില അൻസാരികളെയും തന്റെ ഈ ജാമ്യം, അതായത് കടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിന് സാക്ഷികളാക്കി. ഹസരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കബറടക്കം കഴിഞ്ഞ് ജുമ ആവുന്നതിന് മുമ്പ് തന്നെ ഹസരത്ത് അബ്ദുല്ലാ ബിൻ ഉമർ കടത്തിന്റെ തുകയുമായി ഹസരത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സവിധത്തിലെത്തി. കുറച്ച് സാക്ഷികൾക്ക് മുമ്പാകെ ആ കടം അങ്ങനെ വീട്ടി. കടം നൽകിയതിനെ കുറിച്ച് മറ്റൊരു റിവായത്ത് വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഹസരത്ത് ഇബ്നു ഉമറിൽ നിന്നും നിവേദനം, ഹസരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയം സമീപസ്ഥമായപ്പോൾ അദ്ദേഹത്തിന് കടബാധ്യത ഉണ്ടായിരുന്നു. അദ്ദേഹം ഹസരത്ത് അബ്ദുല്ലാനെയും ഹസരത്ത് ഹഫ്സയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ മേൽ അള്ളാഹുവിന്റെ ധനത്തിൽ നിന്നും കുറച്ച് കടമുണ്ട്. കടമൊന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കടം വീട്ടുന്നതിന് മുമ്പ് കടം വീട്ടുവാൻ വേണ്ടി നിങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കുക. കുറച്ച് പൈസക്ക് കുറവുണ്ടെങ്കിൽ ബനു അദീയിനോട് ചോദിക്കുക. എന്നിട്ടും കടം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഖുറൈശികളോട് ചോദിക്കുക, മറ്റാരോടും ചോദിക്കരുത്. ഹജരത്ത് അബ്ദുല്ലാ ബിൻ ഉമർ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഹജരത്ത് മുആവിയയുടെ അടുക്കൽ പോയി. അദ്ദേഹം ഹജരത്ത് ഉമറിന്റെ വീട് വാങ്ങിച്ചു. ദാറുൽ കല എന്നാണ് ആ വീട് അറിയപ്പെട്ടത്. ആ വീട് വിട്ട് അങ്ങനെ ഹജരത്ത് ഉമർലാന്റെ കടം വീട്ടുകയുണ്ടായി. അതുകൊണ്ട് ആ വീടിനെ ദാറുൽ കല, കലായ ദൈന് ഉമർ എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് ഹജരത്ത് ഉമറിന്റെ കടം വീട്ടാൻ കാരണമായ വീട്. ഈ വിവരണം ഇനിയും തുടരുന്നതാണ് ഇൻഷാ അല്ലാഹ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.